ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6ൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലൈവിൽ ജോജു ജോർജും ജുനൈസും സാഗറുമാണ് ബിഗ് ബോസ് വീട്ടിലെത്തിയത്. അവരുടെ പുതിയ സിനിമയുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഹൗസിലെത്തിയത്. നമുക്കറിയാം, കുറച്ച് നാൾ മുമ്പ് ദിലീപ് ഏട്ടനും ഇതുപോലെ അദ്ദേഹത്തിൻ്റെ പുതിയ മൂവി ആയിരുന്ന പവി കെയർടേക്കറിന് വേണ്ടിയിട്ട് പ്രൊമോഷനായിട്ട് അദ്ദേഹം വന്നതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവരും വന്നിരിക്കുന്നത്. ജുനൈസും സാഗറിനെ നമുക്കറിയാം, ബിഗ് ബോസ് സീസൺ 5ലെ 2 കണ്ടസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ അവരെല്ലാവരും വന്നു, ഹൗസിലുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചു. ഹൗസിലുള്ള എല്ലാവരും തന്നെ വളരെ ഹാപ്പിയാണ്. ജോജു ജോർജിനെയൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞു, അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞതിൻ്റെ എല്ലാം സന്തോഷത്തിലായിരുന്നു ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും, മത്സരാർത്ഥികൾ. അപ്പോൾ അദ്ദേഹം ജോജു ജോർജ് ജിൻഡോയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുകളാണ് ശ്രദ്ധേയമാവുന്നത്. സോഷ്യൽ മീഡിയാസിലൊക്കെ വളരെ ചർച്ചയാവുകയാണ്. മറ്റൊന്നുമല്ല, ജിൻഡോ ഇപ്പോൾ പുറത്തുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജിൻഡോയ്ക്ക് ഞാൻ ഇതിലൊരു നല്ലൊരു കഥാപാത്രം കൊടുക്കുമായിരുന്നു, ജിൻഡോ ചെയ്തേനെ എന്ന് അദ്ദേഹം പറയുന്നത് ജിൻഡോയ്ക്കൊരു വലിയൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ബിഗ് ബോസ് കാണുന്നതിനെക്കുറിച്ചും അങ്ങനെ പല കാര്യങ്ങളും അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എല്ലാ മത്സരാർത്ഥികളായിട്ട് എല്ലാവരും സംസാരിക്കുന്നു. അതുപോലെ പുതിയ സിനിമയിലെ നായികയും എല്ലാം വന്നിട്ടുണ്ട്. അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. അതിനുശേഷം അവർ മടങ്ങിപ്പോയി. അപ്പോൾ അവർ സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ, അതായത് അദ്ദേഹം പറയുന്നത്, നമുക്കറിയാം കഴിഞ്ഞ സീസൺ 5ലെ അഖിൽ മാരാർ ഈ സീസണിൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഫസ്റ്റ് ആദ്യമായിട്ട് തന്നെ പോകുന്നത് ജോജു ജോർജിൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ പോയി അവർ തമ്മിലുള്ള ചിത്രങ്ങളും അതുപോലെ അവർ ഫുഡ് കഴിക്കുന്നതും അങ്ങനെ ഒരുപാട് പിക്ചേഴ്സ് എല്ലാം അദ്ദേഹം പങ്കുവച്ചതാണ്. അപ്പോൾ ജോജു ജോർജ് ഈ ഒരു ബിഗ് ബോസ് സീസൺ കാണുന്നത് തന്നെ അഖിൽ മാരാർ വഴിയാണ്. അഖിൽ മാരാർ സീസൺ 5ലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ അദ്ദേഹം സീസൺ 5ലെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അക്കൂട്ടത്തിൽ അങ്ങനെ കണ്ട കൂട്ടത്തിൽ അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടവരാണ് ജുനൈസും സാഗറും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രം അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നൊരു ചിത്രത്തിലാണ് ഇവർ രണ്ടുപേർക്കും നല്ലൊരു വേഷം തന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ജിൻഡോയ്ക്കും, ഇനി ജിൻഡോ പുറത്തുണ്ടായിരുന്നെങ്കിൽ ജിൻഡോയ്ക്കും അതിലൊരു നല്ല വേഷം തന്നെ കിട്ടുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ ഭയങ്കര സന്തോഷത്തിലാണ് അതൊക്കെ കേട്ടപ്പോൾ. ജിൻഡോ മാത്രമല്ല, ജിൻഡോയെ സ്നേഹിക്കുന്ന പുറത്തുള്ള പ്രേക്ഷകരും വളരെ സന്തോഷത്തിലായിരിക്കും. ഒരു നല്ലൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവർ കുറേ സംസാരിക്കുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം അവർ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പോസ്റ്ററൊക്കെ ഉദ്ഘാടനം ചെയ്തു. പിന്നെ കൂടുതലായിട്ട് പറയാനുള്ളത്, ഹൗസിലുള്ള എല്ലാവരും വളരെയധികം ഹാപ്പിയാണ്. കാരണം ജുനൈസിനെയും സാഗറേയും കണ്ടത് മാത്രമല്ല, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ജോജു ജോർജും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ ഒരുപാട് കുടുംബചിത്രങ്ങളിലുമൊക്കെ അഭിനയിച്ച് അദ്ദേഹത്തിന് എല്ലാവർക്കും, ഒരുവിധപ്പെട്ട ആളുകൾക്കും വളരെ ഇഷ്ടം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തമാശകളും ഒരുപാട് സംസാരങ്ങളൊക്കെ അവരെല്ലാവരും സംസാരിക്കുന്നത്. അതിൽ സാഗറും ജുനൈസും നമുക്കറിയാം, അവരും നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു സീസൺ 5ൽ. അപ്പോൾ അവരും അവരുടേതായ രീതിയിലൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഭയങ്കര ത്രില്ലിലായിരുന്നു. ഇവർ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. അങ്ങനെ സംസാരിക്കുന്ന എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു. അതുപോലെ തന്നെ പുതിയ നായികയും പരിചയപ്പെടുത്തുന്നു. തമിഴ് ചിത്രത്തിലൊക്കെ ഒരുപാട് നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചൊരു നല്ലൊരു പുതിയ നായികയാണ്. അദ്ദേഹം അവരെല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ബിഗ് ബോസും ഇവരെ എല്ലാവരെയും ആ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വളരെ വളരെ സ്നേഹത്തോടെയാണ് സ്വാഗതം ചെയ്തത്. അപ്പം അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ലൈവിൽ നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അഖിൽമാരാരുടെ ഒരു കാര്യം തന്നെ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അഖിൽ വഴിയാണ് ഞാൻ ബിഗ് ബോസ് കണ്ടത് തന്നെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കെയർ ഓഫിൽ, അതായത് നമുക്കറിയാം അഖിൽ ഫസ്റ്റ് ഇറങ്ങിയത് തന്നെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പം അഖിൽ വഴിയാണ് ബിഗ് ബോസ് കാണാനിടയായതും അതുവഴിയാണ് ഇവരെല്ലാവരും പരിചയം അങ്ങനെ എനിക്കിഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ജിൻഡോയെ അദ്ദേഹത്തിന് ജോജു ജോർജിനെ നേരത്തെ അറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ ജിൻഡോയ്ക്ക് പുറത്തും നമുക്കറിയാം ജിൻഡോയ്ക്ക് ഒരുപാട് ഫാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സിനിമാ നടൻ തന്നെ വന്നിങ്ങനെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു നല്ലൊരു ഗുണം തന്നെയാണ്. അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ജിൻഡോ മാത്രമല്ല കേട്ടോ, ഹൗസിലുള്ള എല്ലാവരും വളരെ ഹാപ്പിയിലായിരുന്നു. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരും. പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.